ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എക്സലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ക്ലാസ് 1 സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഡാറ്റാസ് എൻട്രി ചെയ്യുന്നത് എക്സലിൽ. ഇപ്പോൾ എംപ്ലോയീസ് ഡീറ്റെയിൽസ് ആണെങ്കിലും സാലറി സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള അതുപോലെ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഇതുപോലെ ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്ത് ഇതുപോലെ ഈ ഒരു രീതിയിലാക്കുന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ബോൾഡ്, അതുപോലെ ഇറ്റാലിക് അണ്ടർലൈൻ ചെയ്യുന്നത്, ഫോണ്ടിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ എടുക്കുന്നത് കോപ്പി പേസ്റ്റ്, അതുപോലെ കട്ട് പേസ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസാണ്. അതുപോലെ ഇപ്പം ഇവിടെ സീരിയൽ നമ്പർ എന്നുള്ള കോളം അടിച്ചിട്ടുണ്ട്, അത് ബ്ലാങ്ക് ആക്കി വിട്ടിരിക്കുന്നത് ഞാനിവിടെ നമ്പേഴ്സ് എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഞാനിപ്പം സീരിയൽ നമ്പർ 1 കൊടുത്തു. നെക്സ്റ്റ് സെല്ലിനകത്ത് 2 കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളും നമുക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 2 3 എന്ന് അടിക്കേണ്ട കാര്യമില്ല. ആ 2 സെല്ലും സെലക്ട് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 1ഉം 2ഉം ഉള്ള 2 സെല്ല് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കോർണറിൽ കൊണ്ടുവരുമ്പോൾ, റൈറ്റ് കോർണറിൽ കൊണ്ടുവരുമ്പോൾ ആ വൈറ്റ് പ്ലസ് സിമ്പിൾ ബ്ലാക്ക് പ്ലസ് സിമ്പിളായിട്ട് മാറും. അന്നേരം ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പം ഏത് ഡിഫറൻസിലാണ് നമ്മൾ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്, ആ 2 നമ്പർ, ആ ഒരു ഡിഫറൻസ് അനുസരിച്ച് താഴേക്ക് ഫില്ല് ചെയ്തോളും. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇനിയിപ്പം ഇവിടെ അഡ്മിഷൻ നമ്പറും ഇവിടെ 1201 1202 ആ ഒരു രീതിയിലാണ്, കണ്ടിന്യൂസ് നമ്പേഴ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അഡ്മിഷൻ നമ്പർ. ഇനി നമുക്ക് താഴേക്ക് സ്റ്റുഡൻസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ, സ്റ്റുഡൻസിൻ്റെ നെയിം താഴേക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സീരിയൽ നമ്പർ ഞാൻ പറഞ്ഞു, ഇത് ഈ 2 സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ബ്ലാക്ക് പ്ലസ് ആവുമ്പം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് അനുസരിച്ച് കണ്ടിന്യൂസ് നമ്പേഴ്സ് നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് നമ്പേഴ്സ് കിട്ടി. ഇനിയിപ്പം ഇതും നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലോ, ആ 2 നമ്പേഴ്സ് സെലക്ട് ചെയ്യാം. ആ 2 നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഈ റൈറ്റ് കോർണറിൽ കഴ്സർ പ്ലേസ് ചെയ്യുക. അപ്പം ബ്ലാക്ക് പ്ലസ് ആവും. അന്നേരം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണെങ്കിൽ അപ്പോൾ അതുപോലെ കിട്ടും. അതുപോലെ ഏത് ഡിഫറൻസ് ആണ്, ഇപ്പം നമ്മൾ ആ 2 നമ്പർ എത്ര ഡിഫറൻസിലാണ് കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് താഴേക്ക് ഫില്ല് ചെയ്തോളും. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു ബ്ലാക്ക് പ്ലസ് എന്നുള്ള സിമ്പൽ വരുന്നില്ല. ഇപ്പം ഇങ്ങനെ വൈറ്റ് പ്ലസ് മാത്രമേ, ഇപ്പോൾ ഈ കോർണറിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഇതുപോലെ വൈറ്റ് പ്ലസ് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഓപ്ഷൻ ചേഞ്ച് ആയി കിടക്കുകയായിരിക്കും. ഇതുപോലെ ബ്ലാക്ക് പ്ലസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വരുത്താൻ വേണ്ടിയിട്ട് അതുകൂടി ഞാൻ പറഞ്ഞേക്കാം. ഇനി ചിലരുടെ സിസ്റ്റത്തിൽ എക്സലിനകത്ത് ഇതുപോലെ നമുക്ക് ഓട്ടോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു ബ്ലാക്ക് പ്ലസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വരുന്നത് ഫയലിനകത്ത് ഓപ്ഷൻസ് എടുക്കുക. ഇതാണ് ഓപ്ഷൻസിൻ്റെ വിൻഡോ. ഇതിൽ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അഡ്വാൻസ്ഡ് ഓപ്ഷനകത്ത് ഇവിടെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ഫിൽ ഹാൻഡിൽ ആൻഡ് സെൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ആ ഒരു പ്ലസ് സിമ്പൽ വരുള്ളൂ, ബ്ലാക്ക് പ്ലസ് സിമ്പൽ വരുള്ളൂ. ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഓഫായി കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് പ്ലസ് കിട്ടില്ല. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല. ഇത് എനേബിൾ ആക്കുക, എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ,
ഫയലിലെ ഓപ്ഷൻസ് വരുന്നത് ഇതിൻ്റെ സെറ്റിങ്സൊക്കെയാണ്. അപ്പോൾ അതിൽ മറ്റുള്ളതൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. ഇതിപ്പം ഇത് ആക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കിതെങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ ക്ലാസ് 1 സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ക്ലാസ് 2 സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എനിക്ക് ഷീറ്റ് 2ലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഹെഡിങ് ഒക്കെ ഇതുപോലെ തന്നെ അങ്ങ് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് ഷീറ്റ് 2ൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇത് സെലക്ട് ചെയ്യുക. ഒന്നുകിൽ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റും ആരോ കീസും യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഇനി ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ കോപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ Ctrl+C കൊടുക്കാം. ഞാനിവിടെ കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി ഷീറ്റ് 2ൽ നമുക്കിവിടെ പേസ്റ്റ് കൊടുക്കാം. ഒന്നുകിൽ Ctrl+V കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ പേസ്റ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇതിപ്പം എല്ലാം കൂടി കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഈ ഒരു രീതിയിൽ വരുമ്പോൾ കണ്ടോ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇതിനകത്ത് പെട്ടു പോവുകയാണെങ്കിൽ ഇവിടെ വെക്കുമ്പോൾ, അതായത് ആ ലൈനിൽ വെക്കുമ്പോൾ, ആ കോളത്തിൻ്റെ ലൈനിൽ വെക്കുമ്പോൾ ഇതുപോലെ പ്ലസ് സിമ്പലാവും, ബ്ലാക്ക് പ്ലസ്. ദെൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സെല്ലിൻ്റെ വിഡ്ത്ത് ചേഞ്ച് ആവും, അല്ലെങ്കിൽ വലുതായി കിട്ടും. ഓക്കെ, ഇനിയിപ്പം ക്ലാസ് 1 സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് എനിക്ക് ക്ലാസ് 2 ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി, ക്ലാസ് 2 സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, ഇനിയിപ്പം ഷീറ്റ് 3ലേക്ക് നമുക്ക് ഇത് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കോപ്പി എടുക്കുക, ദെൻ ഷീറ്റ് 3ൽ പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പാർട്ടാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ആ പാർട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുക്കാം, അല്ലെങ്കിൽ Ctrl+C കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മെനു ബാറിൽ ഹോം എന്നുള്ളതിലാണ് കേട്ടോ വരുന്നത്, കോപ്പി കട്ട് പേസ്റ്റ് ഒക്കെ വരുന്നത്. അതിൽ കോപ്പി ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് എവിടെയാണോ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ തന്നെയാണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. ഒന്നുകിൽ Ctrl+V കൊടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ റൈറ്റ് ക്ലിക്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഓപ്ഷനിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ വീണ്ടും Ctrl+C കൊടുത്തു, കോപ്പി എടുത്തു. ഇനിയിപ്പോൾ ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് V പ്രസ് ചെയ്യുക. അപ്പോൾ അവിടെ പേസ്റ്റ് ആവും. ഓക്കെ, ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഇത് അഡ്മിഷൻ നമ്പറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ആ കോളത്തിനകത്ത് ആ സെല്ലിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഈ ഒരു സിമ്പൽ വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ആ ലൈനിൽ കൊണ്ടുപോയി വെക്കും ഇതുപോലൊരു സിമ്പൽ വരും. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ആ ഒരു സെല്ല് വലുതാവും. അതുപോലെ അതിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് തന്നെ നിൽക്കും. ഓക്കെ, അതാണ് കോപ്പി പേസ്റ്റ്. ഇനി കട്ട് പേസ്റ്റ് ആണെങ്കിലോ, ഇപ്പം ഇവിടെ നിന്ന് ഈ ഒരു സെല്ല് എനിക്ക് ഇവിടെ നിന്ന് ഇതിനുള്ള മാറ്റർ കട്ട് പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് അവിടെ ഉണ്ടാവില്ല. എങ്ങോട്ടാണോ പേസ്റ്റ് ചെയ്യുന്നത് അവിടെ മാത്രമേ കാണുള്ളൂ. ഇപ്പം എനിക്ക് ഇവിടെയുള്ള ഈ സിജു എന്നുള്ള പേര് എനിക്ക് ഇവിടെ ഞാൻ ചുമ്മാ കാണിക്കുന്നതാണ്, സിമ്പിളായിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരുന്നു മാത്രം. ഇതിപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇവിടെ വേണ്ട ആ ഒരു മാറ്റർ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് സെലക്ട് ചെയ്തു. ഒന്നുകിൽ റൈറ്റ് ക്ലിക്കിൽ കട്ട് കൊടുക്കുക, അല്ലെങ്കിൽ Ctrl+X കൊടുക്കുക. Ctrl+X ആണ് കട്ട് ചെയ്യാനുള്ള കീ. അല്ലെങ്കിൽ ഇവിടെ കട്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോമിൽ, അത് ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ കട്ടായി നിൽക്കുകയാണ്, ഇങ്ങനെ കണ്ടോ, ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട്
ഒന്നുകിൽ കൺട്രോൾ വി കൊടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ കട്ട് പേസ്റ്റും കോപ്പി പേസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? കട്ട് പേസ്റ്റ് ആകുമ്പം എവിടെ നിന്നാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് അവിടെ കാണില്ല, അവിടെ ഉണ്ടാവില്ല. എങ്ങോട്ടാണോ പേസ്റ്റ് ചെയ്യുന്നത് അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പം ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ കോപ്പി ചെയ്യുന്ന പ്ലേസിലുണ്ടാകും, വെറുതെ കോപ്പി മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത്. എവിടെയാണോ പേസ്റ്റ് ചെയ്യുന്നത് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എനിക്കിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ മാറ്റണം. ഇതിവിടെ വേണ്ട, ഈ ഒരു സീരിയൽ നമ്പർ 2-ൽ തന്നെ വരണം. സ്റ്റുഡൻസ് നെയിം രണ്ടാമതായിട്ട് തന്നെ വരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു, കൺട്രോൾ എക്സ് കൊടുത്തു. കൺട്രോൾ എക്സ് എന്ന് പറഞ്ഞാൽ കട്ട് ആണ്. ഇനി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കഴ്സർ. ഇനി ഇവിടെ കൺട്രോൾ വി കൊടുത്തു, അവിടെ പേസ്റ്റായി. ഇതാണ് കട്ട് പേസ്റ്റ്. എവിടെ നിന്നാണോ നമ്മൾ കട്ട് ചെയ്യുന്നത് അവിടെ ഉണ്ടാവില്ല, എങ്ങോട്ടാണോ പേസ്റ്റ് ചെയ്യുന്നത് അവിടെ ആയിരിക്കും കാണുന്നത്. കോപ്പി പേസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കോപ്പി എടുത്തു, കൺട്രോൾ സി ആണ് കോപ്പി ചെയ്യാനുള്ള കീ. ഇവിടെ നിന്ന് കോപ്പി എടുത്തു. ഇനി ഇവിടെ പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ പേസ്റ്റ് ചെയ്യുന്നത് അവിടെ ഉണ്ടാവും, എവിടെ നിന്നാണോ കോപ്പി എടുത്തത് അവിടെ ഉണ്ടാവും, രണ്ടിടത്തും കാണും. അതാണ് കോപ്പിയും കട്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മളിന്ന് ഇത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതുപോലെ കോപ്പി പേസ്റ്റ് പഠിച്ചു, കട്ട് പേസ്റ്റ് പഠിച്ചു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഒരു 200 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് ആ 200ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. റൈറ്റ് സൈഡിൽ സ്ക്രോൾ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം. അതിന് പകരമായിട്ട് പെട്ടെന്ന് നമുക്ക് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻഡ് എന്നുള്ള കീ ഉണ്ട് റൈറ്റ് സൈഡിൽ കീബോർഡിൽ, അതിൽ പ്രസ് ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ അവിടെ വന്ന് നിൽക്കും, 200ാമത്തെ ആ ഒരു സെല്ലിൽ വന്ന് നിൽക്കും. അതായത് ലാസ്റ്റ് സെല്ലിൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്ററിൽ ലാസ്റ്റ് സെല്ലിലേക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ കൺട്രോൾ എൻഡ് എന്നുള്ള കീ യൂസ് ചെയ്യുന്നത്. ഈ എൻഡ് കേട്ടോ, എൻഡിൽ വരും. നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ അനുസരിച്ചായിരിക്കും. ഇപ്പോൾ 1000 പേരുടെ ഉണ്ട്, ഇപ്പോൾ എൻഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കൺട്രോൾ എൻഡ് കൊടുക്കുകയാണെങ്കിൽ ആ 1000 സ്റ്റുഡൻറ്റിൻ്റെ, അതായത് 1000ാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക, കൺട്രോൾ എൻഡ്. അതുപോലെ കൺട്രോൾ ഹോം കൊടുക്കുകയാണെങ്കിലോ മുകളിലേക്ക് പൊക്കോളും. കൺട്രോൾ ഹോം കൊടുക്കുമ്പോൾ മുകളിലേക്ക് ആ ഫസ്റ്റ് പാർട്ടിലായിരിക്കും വന്ന് നിൽക്കുക. കൺട്രോൾ എൻഡ് കൊടുക്കുമ്പോൾ എൻഡിൽ വന്ന് നിൽക്കും, നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്ററിൻ്റെ എൻഡിൽ. ഓക്കെ, അതാണ് കൺട്രോൾ ഹോം ആൻഡ് കൺട്രോൾ എൻഡ്. ഓക്കെ, ഇനിയിപ്പം ഈ താഴേക്കും മുകളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആരോ കീസ് തന്നെ യൂസ് ചെയ്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.